കോൺസെപ്റ്റ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇതിൻ്റെ നമ്മൾ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർ. ഒരു എൻ്റർപ്രണറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡിസയർ ഫോർ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് മിക്കവാറും അറിയാവുന്ന കാര്യങ്ങൾ, അതൊന്നും കറക്റ്റ് പ്രോപ്പറായിട്ട് സ്റ്റെപ്പായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഡിസയർ ഫോർ റെസ്പോൺസിബിലിറ്റി, പ്രിഫറൻസ് ഫോർ മോഡറേറ്റ് റിസ്ക്, കോൺഫിഡൻസ് ഇൻ ദെയർ എബിലിറ്റി ടു സക്സീഡ്, desire for immediate feedback, high level of energy, future orientation, skilled at organizing, value achievement over money. അതിൽ നിങ്ങൾ ലാസ്റ്റ് മാത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടം മാത്രമല്ലാതെ ഒരു വാല്യൂ കോമോഡിറ്റി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിരിക്കണം ഒരു എൻ്റർപ്രണർഷിപ്പ് എപ്പോഴും ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കണം. നെക്സ്റ്റ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ശ്രമിക്കണം. പിന്നെ യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അതായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് അനുസരിച്ചായിരിക്കണം ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് ഒരു മാർക്കറ്റ് ചെയ്തൊരു നമുക്കൊരു വിപണിയിൽ വിൽക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ തീർച്ചയായിട്ടും യൂസേഴ്സിൻ്റെ ഫീഡ്ബാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോഡറേറ്റ് റിസ്ക്, ചെറിയൊരു റിസ്ക് ഫാക്ടറുണ്ട്. കാരണം ഒരു എൻ്റർപ്രണറാണ്, സ്വന്തമായിട്ടാണ് വല്ലവരുടെ എംപ്ലോയി ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ റിസ്ക് ഫാക്ടറും ഉണ്ട്. അതും ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം. എൻ്റർപ്രണേഴ്സ് ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്വിഷിങ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിന് തന്നെ വേറൊരു വേർഡ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷിങ് ക്വാളിറ്റി. അങ്ങനെയാണ് നമ്മൾ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. എൻ്റർപ്രണറിന് വേണ്ട പ്രത്യേക ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലെന്താ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം, ഏബിൾ ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ഏറ്റെടുക്കാനുള്ള മനോഭാവം, അതുപോലെ തന്നെ റെസ്പോണ്ട് പോസിറ്റിവിറ്റി ടു ചേഞ്ചസ്. എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു ഒബ്സ്റ്റക്കിൾ വന്നാൽ തന്നെ അതിനെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഓരോ ഓണ്ടർപ്രണറിന് ആവശ്യമുള്ള കുറച്ച് സ്പെഷ്യൽ ക്വാളിറ്റീസാണിത്. അതുപോലെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഏബിൾ ടു അഡാപ്റ്റ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വന്നാലും അതിനോട് ഫ്ലെക്സിബിളായിട്ട് മാറ്റങ്ങൾ വരുത്തി അതിന് മുന്നിലൂടെ പോകാനായിട്ട് പറയണം. അതുപോലെ തന്നെ മാർക്കറ്റിനെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ മാർക്കറ്റിലെ ട്രെൻഡ്സ് അല്ലെങ്കിൽ വേറൊരു കമ്പനി എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ആയിട്ടുള്ള വ്യത്യാസം എന്താണ്, അത് ഇതിൽ മികച്ചു നിൽക്കുന്നുണ്ടോ, അതിനെപ്പറ്റി ആ ലെവലിലോട്ട് എത്താൻ എന്ത് ചെയ്യണം, അതങ്ങനെ മാർക്കറ്റിൽ സജീവമായിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ളൊരു മൈൻഡായിരിക്കണം ആൾക്ക്. അതുപോലെ തന്നെ ഒരു വ്യത്യസ്ത ചിന്താഗതി ഉള്ളവർക്ക് ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ മികച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാവരെയും പോലെ നമ്മളും ചെയ്താൽ അത് ഒരു വ്യത്യസ്തമല്ല. സെയിം ചിന്താഗതി അല്ലെങ്കിൽ ഒരേ പ്രൊഡക്റ്റ് സെയിം എല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്കതിൽ വലിയ സ്പെഷ്യാലിറ്റി ഒന്നും തോന്നില്ല. ഒരു ഓണ്ടർപ്രണർ എപ്പോഴും എന്തായിരിക്കും, എപ്പോഴും ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. ഓണ്ടർപ്രണർ ട്രേറ്റ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിസ്റ്റിങ്വിഷിങ് ക്വാളിറ്റി. ഒന്ന് എനർജറ്റിക് ആൻഡ് ഡിലിജൻ്റ് എന്ന് പറഞ്ഞാൽ ഉത്സാഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റീവ്, ലീവ് ടു അച്ചീവ്, അതുപോലെ തന്നെ ഡൈനാമിക് ലീഡർ ആയിരിക്കണം. സജഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടായിരിക്കണം. റെസ്പോൺസിവ് സജഷൻസ് അതിനെ സ്വീകരിക്കണം. അതുപോലെ തന്നെ ടേക്ക് ഇനിഷ്യേറ്റീവ്സ്, പുതിയൊരു എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡൊക്കെ വരുമ്പോൾ ഇതിലോട്ട് മാറാനുള്ളൊരു ഇനിഷ്യേറ്റീവ് എടുക്കണം. അതുപോലെ തന്നെ പെർസിവറിംഗ് എന്ന് പറഞ്ഞാൽ സ്ഥിരോത്സാഹം എന്നാണ്. സ്ഥിരോത്സാഹം അതായത് എപ്പോഴും പുതിയൊരു കാര്യത്തിലോട്ടുള്ള ഒരു താല്പര്യമുള്ള റിസോഴ്സുകളായിരിക്കണം. പെർസെപ്റ്റീവ് വിത്ത് ഫോർ സൈറ്റ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടുള്ളൊരു കാഴ്ചപ്പാടിനെയാണ് പെർസെപ്റ്റീവ് വിത്ത് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയൊക്കെ ഉള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ വേർഡ്സൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോയിൻ്റായിട്ട് പറയുന്നത്. നമ്മൾ ജസ്റ്റ് സ്ഥിരമായിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ വേർഡ്സ് നിങ്ങൾ പോയിൻറ്റ്സായിട്ട് ഓർത്തിരിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഒരു എൻ്റർപ്രണറിനെ ഒരു വ്യത്യസ്തനായിട്ട് നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളാണ് ഇതൊക്കെ. ഇങ്ങനെ നമ്മൾ ഈ 2 സ്ലൈഡ്സിലും പറഞ്ഞത്. ഒരു ഡയഗ്രാമിൽ കൊടുത്തിരിക്കുന്ന പേഴ്സണൽ ട്രൈറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണേഴ്സ്. ഇതിൽ കുറച്ച് പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കുക. അതുപോലെ പാഷൻ ആൻഡ് ആക്ഷൻ ഓറിയൻറ്റേഷൻ, അതുപോലെ ഇൻറ്റേർണൽ ലോക്കസ് ഓഫ് കൺട്രോൾ, ഹൈ എനർജി ലെവൽ, സെൽഫ് കോൺഫിഡൻസ്, ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി നമ്മുടെ ഒത്തിരി പ്രശ്നങ്ങളിലാകപ്പെടുമ്പോഴത്തേക്കും, അതായത് എസ്പെഷ്യലി യൂസ്ഫുൾ വെൻ വർക്കിംഗ് ഓൺ പ്രോബ്ലംസ് ഇൻ ഗ്രൂപ്പ്സ്.
ഒരു ബ്രെയിൻ സ്റ്റോമിങ് ആയിട്ടുള്ള കുറേ ഐഡിയാസിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടോളറൻസ് ഓഫ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. അത് കൂടുതലും ഒരു ഫങ്ഷൻ അല്ല, ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കഴിവിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒത്തിരി പ്രോബ്ലംസിലൊക്കെ അടുപ്പെടുത്ത് കഴിയുന്ന ഒരാൾക്ക് പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ഒത്തിരി ഐഡിയാസ് ഉള്ള ഒരാളെയാണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, ടോളറൻസ് ഓഫ് ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, ഫ്ലെക്സിബിലിറ്റി, അതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഡിസയർ ഫോർ ഇൻഡിപെൻഡൻസ്, ഇതെല്ലാം എൻ്റർപ്രനറിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സാണ്. ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആവാനായിട്ട് വേണ്ട ഒരു രണ്ട് രീതിയിൽ നമുക്ക് ഫാക്ടേഴ്സിനെ തിരിക്കുക. അത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്നും പറഞ്ഞ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നും പറഞ്ഞ് തിരിക്കുക. അതിനകത്ത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നതാണ് നമുക്ക് ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ള രീതിയിൽ അല്ല, പോയിൻറ്റ്സിനകത്ത് ഓർത്തിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓർത്തിരിക്കുക. പിന്നെ സിലബസിൽ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സിലോട്ട് നമ്മൾ വരുന്നേ ഉള്ളൂ. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു പോകും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൻ്റെ അത് വരുന്നത് ഡിസൈർ ടു ഡു സംതിങ് ന്യൂ, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പോകുന്നു. അതിന് വേണ്ട എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് അതിന് വേണ്ട വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ എക്സ്പീരിയൻസ്, ഏതെങ്കിലും ഒരു കമ്പനിയിലോ ഒക്കെ വർക്ക് ചെയ്തോ ഒക്കെയുള്ള എക്സ്പീരിയൻസ് നമ്മളെ സഹായിക്കും. ഏതൊരു പുതിയൊരു എൻ്റർപ്രണർ ആവാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട്. അത് നമുക്ക് അത്യാവശ്യം തന്നെ ഉണ്ട്. അതായത് ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും സ്റ്റാർട്ടപ്പ് പോലുള്ള EDC പോലുള്ള ക്ലബും കാര്യങ്ങളൊക്കെ കോളേജിലൊക്കെ തുടങ്ങുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസിന് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പ്രൊജക്റ്റായിട്ടൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് എക്സ്റ്റേണൽ ആയിട്ടൊരു സപ്പോർട്ട് കിട്ടുന്നത്. പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഫണ്ട് പല കമ്പനികളും ഏറ്റെടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനിയായിട്ട് തുടങ്ങുകയാണെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ലേബർ ആൻഡ് റോ മെറ്റീരിയൽ, നിങ്ങൾക്ക് കിട്ടേണ്ട റിസോഴ്സസ് ഉണ്ടായിരിക്കും. അതായത് എന്തിലാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ വേണം. അതുപോലെ തന്നെ ലേബർ ആവശ്യമുണ്ടെങ്കിൽ അത് വേണം. അതുപോലെ തന്നെ വലിയ ബിസിനസ് ഹൗസിൽ നിന്നുള്ള എൻകറേജ്മെൻറ്റ്, പിന്നെ ഡിമാൻഡ്. എന്ത് പ്രൊഡക്റ്റാണെങ്കിലും അത് ഇന്നോവേഷൻ ആണെങ്കിൽ പോലും അതിന് ഒരു ആവശ്യക്കാരുണ്ടായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഡിമാൻഡ് ഇല്ലെങ്കിൽ പിന്നെ ആ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കിയിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർക്ക് അത്ര ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മുടെ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ അത് ആവശ്യക്കാരില്ലെങ്കിൽ പിന്നെ അത് നമുക്ക് വിറ്റയക്കാൻ പറ്റുമല്ലോ. അപ്പം ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം. ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. അപ്പോൾ അതിൽ വരുന്നത് പല രീതിയിൽ നമുക്ക് തരംതിരിക്കാം. അതായത് ഓണ്ടർപ്രണർ ഇങ്ങനെ മാത്രമേ പറ്റൂ, അല്ലെങ്കിൽ അത് മാത്രമാണ് അതിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞ് ഒരു ബേസിക് തിയറി പോലെ പറയാതെ പല കാര്യങ്ങളുടെ രീതിയിൽ അത് മാറ്റി നമുക്ക് തരംതിരിക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് ബിസിനസ് ഏത് രീതിയിലുള്ള ബിസിനസ് ആണെന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ദ യൂസ് ഓഫ് ടെക്നോളജി, അക്കോർഡിംഗ് ടു ദ ഇന്നോവേഷൻ മോട്ടിവേഷൻ, അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ഗ്രോത്ത്, അക്കോർഡിംഗ് ടു ഏരിയ, അക്കോർഡിംഗ് ടു ജെൻഡർ ആൻഡ് ഏജ്, അക്കോർഡിംഗ് ടു ദ സെയിൽ ഓഫ് ഓപ്പറേഷൻ. ഇതെല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്സ് ഓഫ് എൻ്റർപ്രണറിനെ പല കാറ്റഗറി ആയിട്ട് മാറ്റാം. ടൈപ്പ് ഓഫ് ബിസിനസ്, നേരത്തെ നമ്മൾ ബിസിനസ് ടൈപ്പ് എൻ്റർപ്രണറിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ബിസിനസ്, ഏതൊക്കെ ബിസിനസ്സാണ്. അതിലൊന്നാമത്തെ ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് ഹു കൺസീവ് ആൻ ഐഡിയ ഫോർ ആൻ ന്യൂ പ്രൊഡക്റ്റ് ഓർ സർവീസ് then create a business to materialize their idea. അവരുടെ ഒരു പുതിയ ഐഡിയയിൽ നിന്ന് നമ്മളൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് തന്നെയാണെന്നൊന്നുമില്ല, ഒരു പ്രവർത്തന മേഖല എന്തെങ്കിലും ഒരു സർവീസ് ആയിക്കോട്ടെ, അപ്പോൾ അതിൽ നിന്നൊരു മെറ്റീരിയലൈസ് ചെയ്ത് അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ വൺ ഹു അണ്ടർടേക്സ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ദ മാനുഫാക്ചറിങ് വർക്ക്. അതായത് പുതിയൊരു ഐഡിയ പുതിയതാവാം, പക്ഷേ അദ്ദേഹം ഒരു മാനുഫാക്ചറിങ് വർക്കോ അല്ലെങ്കിൽ ആ ഐഡിയയിൽ ഒരു മാനുഫാക്ചർ ചെയ്ത് വിൽക്കണമെന്നില്ല. ഒരു ഉള്ള പ്രൊഡക്റ്റിനെ ചിലപ്പോൾ ഒന്ന് ട്രേഡിങ് ആക്ടിവിറ്റി, ഒന്ന് വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള ഐഡിയ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ട്രേഡിങ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ എ മാനുഫാക്ചറർ ഹു ഐഡൻറ്റിഫൈസ് ദ പ്രൊഡക്ഷൻ നീഡ്സ് ഓഫ് കസ്റ്റമർ ആൻഡ് ടൈലേഴ്സ് എ പ്രൊഡക്റ്റ് ടു മീറ്റ് ദ മാർക്കറ്റിംഗ് നീഡ്സ്. അതായത് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളൊരു മാനുഫാക്ചറർ നമ്മുടെ പീപ്പിളിൻ്റെ ഇപ്പോൾ ഉള്ള മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്
മാറ്റി മാറ്റി എത്തിക്കുന്ന, അല്ലെങ്കിൽ മാർക്കറ്റ് നീഡിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് പ്രൊഡക്റ്റിൽ മാറ്റം വരുത്തുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ മാറ്റം വരുത്തി ഇറക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഇൻഡസ്ട്രിയൽ എൻ്റർപ്രണർ എന്ന് പറയും. കോർപ്പറേറ്റ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ a person who demonstrates his innovative skill in organizing and managing cooperative undertaking. അതായത് ഒരു ഓൾറെഡി ഉള്ള കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിനെ മാനേജ് ചെയ്യുന്ന ആൾ. കോർപ്പറേറ്റ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ അതായത് അദ്ദേഹത്തിൻ്റെ ഇന്നോവേറ്റീവ് സ്കില്ലൊക്കെ വെച്ച് ഓർഗനൈസ് ചെയ്ത് അതിനെ അറേഞ്ചൊക്കെ ചെയ്ത് അതിനെ മാനേജ് ചെയ്ത് ആ കോർപ്പറേറ്റിനെ മാനേജ് ചെയ്ത് എൻ്റർപ്രണർ ഫുള്ളി എൻ്റർപ്രണർ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു മാനേജർ ലെവലിലാണ് കോർപ്പറേറ്റ് എൻ്റർപ്രണർ എന്ന് പറയുമ്പോൾ. അദ്ദേഹത്തിന് തീരുമാനിക്കാം നെക്സ്റ്റ് എന്ത് ചെയ്യണം. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും സ്കിൽസും ഒക്കെ ആവശ്യമുണ്ട് കോർപ്പറേറ്റ് എൻ്റർപ്രണറിന്. ഇത് അഗ്രികൾച്ചർ എൻ്റർപ്രണറാണ്. അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഇത് വിത്തിൻ്റെ ക്രോപ്സിൻ്റെയൊക്കെ പല പല വിളകൾ, അതുപോലെ തന്നെ രാസവളങ്ങൾ, ഫെർട്ടിലൈസേഴ്സ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അത് രീതിയിലുള്ളൊരു എൻ്റർപ്രണറാണ് അതിനെ അഗ്രികൾച്ചർ എൻ്റർപ്രണർ എന്ന് പറയും. അതുപോലെ തന്നെ റീറ്റെയിൽ എൻ്റർപ്രണർ ഉണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ ഇപ്പം ട്രെയിനിങ് പ്രോഗ്രാംസിന് വിടുക, അതുപോലെ തന്നെ എൻട്രി ലെവൽ പൊസിഷൻ, റീറ്റെയിൽ മെർച്ചൻഡൈസിങ്ങിൻ്റെ അകത്തൊക്കെ ചെറിയ എൻട്രി ലെവൽ ചെറിയ ജോബുകൾ, റീറ്റെയിൽ ബിസിനസ്സിനൊക്കെ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ റീറ്റെയിൽ എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അതായത് സ്റ്റുഡൻസിനെ നേരിട്ട് കൺസ്യൂമറായിട്ട് ബന്ധിക്കുന്ന രീതിയിലുള്ള, അതായത് എ ബിസിനസ് സെൽസ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് ടു ആൻ ഇൻഡിവിജ്വൽ കൺസ്യൂമർ ആണ് റീറ്റെയിൽ. അതുപോലെ തന്നെ സർവീസ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംരംഭമാണെങ്കിൽ അതിന് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ബിസിനസ്സിനകത്ത് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കും. മിനിമം നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നെങ്കിലും ഓർത്തിരിക്കും. യൂസ് ഓഫ് ടെക്നോളജിയുടെ ബേസിൽ ഓണ്ടർപ്രണറിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിന് ഫസ്റ്റ് വൺ ടെക്നിക്കൽ ഓണ്ടർപ്രണർ, അതുപോലെ തന്നെ നോൺ ടെക്നിക്കൽ ഓണ്ടർപ്രണർ, പിന്നെ പ്രൊഫഷണൽ ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിൽ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് വൺ ടെക്നിക്കൽ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഹി ഡെമോൺസ്ട്രേറ്റ്സ് ഹിസ് ഇന്നോവേറ്റീവ് കേപ്പബിലിറ്റീസ് ഇൻ മാറ്റർ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് റെൻഡറിങ് സർവീസസ്. അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അത് എല്ലാ കാര്യങ്ങളിലും, അതായത് ഈ ഐഡിയാസ്, പുള്ളിയുടെ ഐഡിയാസ് പ്രൊഡക്ഷൻ്റെ സമയത്തും, അതുപോലെ തന്നെ ഈ റെൻഡറിങ് സർവീസ് എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയിലാണെങ്കിൽ ഒരു എഗ്രി ചെയ്യുക, നമ്മൾ ഇന്ന രീതിയിൽ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ആ സർവീസ് ആ രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ എഗ്രി ചെയ്യുന്നതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റെൻഡറിങ് സർവീസിന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ആ തുടക്കം തൊട്ടേ ആ ഐഡിയാസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കില്ലും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ടെക്നിക്കലായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ഒരു എൻ്റർപ്രണറാണ്. ആ നോൺ ടെക്നിക്കൽ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഉള്ള ഇതിനേക്കാട്ടിലും മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലാണ് പുള്ളി ചിന്തിക്കുന്നത്. കൂടുതലും ഐഡിയാസിനേക്കാളും കൂടുതൽ എങ്ങനെ വ്യത്യസ്തമായി മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ആ നോൺ ടെക്നിക്കലാണ്, ടെക്നിക്കലായിട്ട് വലിയ സ്കിൽഡ് അല്ല, പക്ഷെ അദ്ദേഹം എടുക്കാനായിട്ടുള്ളത് തന്നെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആ രീതിയിലൊക്കെ പുതിയ പുതിയ ഐഡിയാസൊക്കെ കൊണ്ടുവരാൻ നോൺ ടെക്നിക്കൽ എൻ്റർപ്രണറിന് സാധിക്കും. പിന്നെ പ്രൊഫഷണൽ എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ ബിസിനസ് ബട്ട് ഡസ് നോട്ട് ഹാവ് ഇൻട്രസ്റ്റഡ് ഇൻ മാനേജിങ് ഇറ്റ് വൺസ്. അതായത് ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ്ഡ് ആയ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും ആ ബിസിനസ്സിനെ വളർത്താനും ഒക്കെയാണ് പ്രൊഫഷണൽ എൻ്റർപ്രണറിന് സാധിക്കുന്നത്. അത് ടെക്നിക്കലായിട്ടും ഒക്കെ ആ സൈഡിലൂടെ ചിന്തിക്കുന്നില്ല. അതായത് ഫസ്റ്റ് ടൈമിലുള്ള ഇതിനെക്കാട്ടും ഈ പ്രൊഫഷണൽ എൻ്റർപ്രണറിൻ്റെ ഒരു രീതി ആവശ്യം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിനാണ് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഒന്ന് ഡെവലപ്പായ ബിസിനസ്സിലാണ് കുറച്ചുകൂടെ ആവശ്യം വരുന്നത്. ഓണ്ടർപ്രണർ അക്കോർഡിംഗ് ടു മോട്ടിവേഷൻ. അപ്പോൾ അങ്ങനെ മോട്ടിവേഷൻ്റെ കാറ്റഗറിയിൽ ഇതൊക്കെ തിരിച്ചിട്ടുണ്ട്. പ്യുവർ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഓണ്ടർപ്രണർ ഉണ്ട്, മോട്ടിവേറ്റഡ് ഓണ്ടർപ്രണർ ഉണ്ട്, സ്പോണ്ടേനിയസ് ഓണ്ടർപ്രണർ ഉണ്ട്. ഓരോന്ന് നോക്കാം നമുക്ക്. പ്യുവർ ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ആൻ ഇൻഡിവിജ്വൽ ഹൂ ഈസ് മോട്ടിവേറ്റഡ് ബൈ സൈക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് റിവാർഡ്സ്. അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടവും അതുപോലെ തന്നെ ഒരു മാനസിക സന്തോഷത്തിന് വേണ്ടിയിട്ട് പ്യുവറായിട്ടുള്ള അതിന് മാത്രം ചിന്തിച്ച് ഇതിലോട്ട് എൻ്റർപ്രണർഷിപ്പിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ആളെയാണ് നമ്മൾ പ്യുവർ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ഈസ് ഇൻഡ്യൂസ്ഡ് ടു ടേക്ക് അപ്പ് എൻ്റർപ്രണർഷ്യൽ ടാസ്ക് ഡ്യൂ ടു പോളിസി മെഷേഴ്സ്. അതായത് ഗവൺമെൻറ്റിൻ്റേതായ പോളിസീസ് കാരണം ഇതിലോട്ട് കടന്നു വരേണ്ടി വന്നവരെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. അവരുടെ സൈക്കോളജിക്കൽ എക്കണോമിക്കൽ റിവാർഡ്സ് ഒന്നും നോക്കിയിട്ടല്ല, അവർ ഇത് ചെയ്യാനുള്ള രീതിയിലുള്ള ജോബോ അങ്ങനത്തെ
രീതിയിലുള്ള സാഹചര്യം ആയതുകൊണ്ട് അതിലോട്ട് കടന്നു വന്നവരാണ്. അപ്പോൾ അവരെ നമ്മളെന്ത് വിളിക്കും? അവരെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഓണ്ടർപ്രണർ എന്ന് വിളിക്കും. നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ മോട്ടിവേറ്റഡ് ഓണ്ടർപ്രണർ. ദേ ആർ മോട്ടിവേറ്റഡ് ബൈ ഡിസയർ ഓഫ് സെൽഫ് ഫുൾഫിൽമെൻറ്റ്. അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പുതിയൊരു പദ്ധതി തുടങ്ങുന്നതായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ഓണ്ടർപ്രണർ എന്ന് പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്പോണ്ടേനിയസ് ഓണ്ടർപ്രണർ എന്ന് പറയും. ഹു സ്റ്റാർട്ടഡ് ദർ ബിസിനസ് ദർബൈ നാച്ചുറൽ ടാലൻസ്, ഇൻബോൺ എബിലിറ്റീസ് വെച്ച് പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ കണ്ടുപിടിച്ച് പെട്ടെന്നൊരു സംരംഭമൊക്കെ തുടങ്ങുന്നവരെ നമ്മൾ എന്താ പറയുക? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓണ്ടർപ്രണർ. അവരുടെ ഇൻബോൺ ടാലൻറ്റിനെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓണ്ടർപ്രണേഴ്സ്. ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, ഇമിറ്റേറ്റീവ് ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, ഫാബിയൻ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇതിപ്പോൾ നമ്മൾ ഒരാളെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു അതായത് നമുക്കറിയാവുന്നോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന ഒരു ഓണ്ടർപ്രണറെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമാണെന്നൊന്നുമില്ല. അദ്ദേഹം ഇതിൽ രണ്ടെണ്ണം കൂടെ കവറപ്പ് ചെയ്യുന്ന ഓവർലാപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് അതായത് ഓരോ ടൈപ്പായിട്ട് നമ്മൾ കാറ്റഗറൈസ് തിയറിക്ക് വേണ്ടി കാറ്റഗറൈസ് ചെയ്യുന്നുള്ളൂ. ചിലപ്പം ഇത് ഇമിറ്റേറ്റീവും ഫാബിയനും കൂടെ ചേർന്നുള്ള ഒരാളാവാം, അങ്ങനെ ആവാം. അതായത് ഇന്നയാളെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓരോ കാറ്റഗറി ക്ലാസിഫിക്കേഷൻ വേണ്ടി ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ ഈസ് വൺ ഹൂ ഇൻട്രൊഡ്യൂസസ് ന്യൂ ഗുഡ്സ്, ഇനാഗ്രേറ്റ്സ് ന്യൂ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്കവേഴ്സ് ന്യൂ മാർക്കറ്റ്, റിക്കഗ്നൈസ് ദ എൻ്റർപ്രൈസ്. ഇതൊക്കെയാണ് ഒരു ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർ. അതായത് പുതിയ ഡിസൈൻ ആയിരിക്കും, പുതിയ സാധനമായിരിക്കും, അതുപോലെ തന്നെ ഒരു പുതിയ പ്രൊഡക്ഷൻ തുടങ്ങി പുതിയ ന്യൂ മാർക്കറ്റിലോട്ട് ഇറക്കുന്ന ഒരു മാർക്കറ്റിനെ കണ്ടെത്തുന്നവരൊക്കെ ആയിരിക്കും ഇന്നോവേറ്റീവ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ. എ പേഴ്സൺ ഹൂ ഡിസ്കവേഴ്സ് ടോട്ടലി ന്യൂ തിങ്സ്. An innovative owner is a person who creates innovative products and services. അതുപോലെ തന്നെ പുതിയൊരു രീതി ഇതുവരെ ഇല്ലാത്ത, പിന്നെ എ പേഴ്സൺ ഹൂ ഈസ് നോട്ട് അഫ്രെയ്ഡ് ടു ടേക്ക് റിസ്ക്. ഒരു റിസ്ക് ഏറ്റെടുക്കാനൊന്നും പേടിയില്ലാത്ത ആളെയാണ് ഇന്നോവേറ്റീവ് എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അത് പുതിയൊരു ഐഡിയ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളായിട്ട് പറയാം, ഒരു ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ്. ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ കാർ മാർക്കറ്റ്സ് വേർ ഇസ് ആൻ, അതൊരു എക്സാമ്പിളാണ്. അതായത് എത്ര നേരം ഓടും, എത്ര റേഞ്ച് കിട്ടും എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു ഡൗട്ടിൽ നിൽക്കുമ്പോഴാണ് പുതിയൊരു ബാറ്ററി വെച്ചുള്ളൊരു വെഹിക്കിൾ ഇറക്കുന്നത്, ഇലക്ട്രിക് വെഹിക്കിൾ ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഐഡിയ വന്നിട്ടുണ്ട്. ഇനി ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ റെഡിനെസ് ടു അഡോപ്റ്റ് ടു സക്സസ്ഫുൾ ഇന്നോവേഷൻസ് ഇനാഗ്രേറ്റഡ് ബൈ ഇന്നോവേറ്റിംഗ് എൻ്റർപ്രൈസ്. അതായത് ഇന്നോവേറ്റീവ് എൻ്റർപ്രണേഴ്സ് ഓൾറെഡി ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പി. അത് അപ്പോൾ അത്ര റിസ്ക് ഒന്നുമില്ല. അതായത് ഓൾറെഡി അത് വിജയിച്ചിട്ടുള്ള സംരംഭമാണ്. അപ്പോൾ അതുപോലെ ഒരെണ്ണം തുടങ്ങുന്നതിനെയാണ് നമ്മൾ ഇമിറ്റേറ്റീവ് എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. സം എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, മോട്ടോർ ബൈക്സ്, റെഫ്രിജറേറ്റർ, ടെലിവിഷൻ. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഇൻവെൻറ്റ് ചെയ്തവരുണ്ട്. പക്ഷേ അപ്പം നമ്മുടേതായ ഒരു രീതിയിൽ പിന്നെ ഇറക്കുമ്പോൾ നമ്മളതെന്ത് ചെയ്യും? ഇമിറ്റേറ്റീവ് ആയിട്ടുള്ള എൻ്റർപ്രണേഴ്സായി. നെക്സ്റ്റ് രണ്ട് ടൈപ്പാണ്, ഫാബിയൻ ഓണ്ടർപ്രണേഴ്സും ഡ്രോൺ ഓണ്ടർപ്രണേഴ്സും. അതിൽ ഫാബിയൻ എന്ന് പറയുമ്പോൾ ദീസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ ഗ്രേറ്റ് കോഷൻ, സ്കെപ്റ്റിസിസം, അതുപോലെ തന്നെ ഇൻ എക്സ്പെരിമെൻറ്റിങ് എനി ചേഞ്ചസ് ഇൻ ദർ എൻ്റർപ്രൈസ്. അതായത് സ്കെപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തോടെ നോക്കിക്കാണുന്നതിനെയാണ്. നമുക്ക് പുതിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ പോലും അതിനെ അവർക്ക് നടപ്പിലാക്കാനൊരു മടി കാണും. ആ ഒരു താമസത്തോടെ അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരു ക്ലിയർ ആവാതെ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഫാബിയൻ. അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി ഉള്ളതിനെ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ, പുതിയൊരു കാര്യത്തിലോട്ട് മാറില്ല. ദേ ഓൺലി ഇമിറ്റേറ്റ് ഇഫ് ദേ സീ ഫിറ്റ് ആൻഡ് ഹാവ് എ ക്ലിയർ ആൻഡ് ബോൾഡ് പിക്ചർ ഓഫ് തിങ്സ്. ദേ ആർ ഡു നോട്ട് പ്രിഫർ ടേക്ക് റിസ്ക് എടുക്കാനായിട്ട് അവർ തയ്യാറല്ല. അതുപോലെ തന്നെ മറ്റവരെ പോലെ അല്ലെങ്കിൽ നമ്മളിപ്പം ഇമിറ്റേറ്റീവിനെ പോലെയോ അല്ലെങ്കിൽ ഇന്നോവേറ്റീവിനെ ഓണ്ടർപ്രണേഴ്സിനെ പോലെയോ ഉള്ള പുതിയൊരു ഐഡിയയിലോട്ട് ചെയ്യാൻ അവർക്ക് തയ്യാറല്ല. പകരം അവർ ഓൾറെഡി ക്ലിയർ പിക്ചർ ഉള്ളതോ അല്ലെങ്കിൽ വല്ലവരുടെ ഇമിറ്റേറ്റ് ചെയ്തോ ഒക്കെ ചെയ്യാനേ അവർക്ക് താല്പര്യമുള്ളൂ. നെക്സ്റ്റ് ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ these are characterized by a refusal to adopt opportunities to make changes in their production. അതായത് പുതിയ ഒരു മാറ്റത്തിലേക്ക് വരാതെ പഴയ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെയാണ് നമ്മൾ ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ അത് വിജയിക്കണം എന്നൊന്നുമില്ല.
ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. അതാണ് ഡ്രോൺ എൻ്റർപ്രനേഴ്സ് എന്ന് പറയുന്നത്. Those who refuse to adopt the use opportunities to make changes in production, they will not change the method of production already introduced. അതായത് ഓൾറെഡി ഉള്ള പ്രൊഡക്ഷൻ മെത്തേഡ് ഒന്നും മാറ്റാൻ അവർ തയ്യാറല്ല. അവർ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ they will only follow traditional methods. They may even suffer losses ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും അവർ ആ പഴയ മെത്തേഡിൽ നിന്ന് മാറി ചിന്തിക്കാത്തവരാണ്. നെക്സ്റ്റ് വരുന്നത് തിയറീസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. അതിൻ്റെ അകത്ത് എക്കണോമിക് ഉണ്ട്, സൈക്കോളജിക്കൽ ഉണ്ട്, സോഷ്യോളജിക്കൽ ഉണ്ട്. 3 ടൈപ്പ് ഓഫ് തിയറീസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഇതിൽ സോഷ്യോളജിക്കൽ തിയറിക്കകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നോവേഷൻ എപ്പോഴും ഒരു സോഷ്യൽ വാല്യൂസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് ഫുള്ള് സോഷ്യൽ വാല്യൂസിന് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ എൻ്റർപ്രൈസിലുള്ളതെങ്കിൽ നമ്മൾ എന്ത് പറയും, സോഷ്യോളജിക്കൽ തിയറി വെച്ച് പോകുന്നു, അല്ലെങ്കിൽ അത് വെച്ചാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ആ രീതിയിലാണെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ തിയറിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറയാം. ഇനി എക്കണോമിക് തിയറി ആണെങ്കിൽ അതുപോലെ ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ പ്രോഫിറ്റാണ് നമ്മുടെ കൂടുതൽ. അതായത് നമ്മളെ നയിക്കുന്ന ഇക്കണോമിക് ആയിട്ടുള്ള ഗെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ലാഭം ഉണ്ടെങ്കിലാണ് അവർ അതിനെ ബേസ് ചെയ്താണ് അവർ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഓണ്ടർപ്രണർഷിപ്പാണ്. അപ്പം നമുക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടോ എന്നുള്ളതാണ് കൂടുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആദ്യത്താണെങ്കിൽ സോഷ്യലായിട്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്നാണ് സോഷ്യോളജിക്കിനകത്ത്. ഇക്കണോമിക്കലിനകത്താണെങ്കിൽ കൂടുതൽ സാമ്പത്തിക നേട്ടമാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2 തിയറി ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. നെക്സ്റ്റ് ആണ് സൈക്കോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും നല്ല ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റിക്കും ഉണ്ട്, ഇൻഡിവിജ്വലിനും നല്ലതാണ്. ആ രീതിയിലുള്ളതാണ് ഏറ്റവും നല്ല കൺസെപ്റ്റ്. അതായത് സാമ്പത്തിക നേട്ടം മാത്രവുമല്ല, നമ്മുടെ ഒരു താല്പര്യവും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയാസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, അച്ചീവ്മെൻറ്റിലോട്ട് എത്താനുള്ള മനുഷ്യൻ്റെ താല്പര്യമുണ്ട്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ടാണെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ളൊരു തിയറിയാണ് എപ്പോഴും വളരെ നല്ലത്. നമ്മൾ ചിലപ്പോൾ അത് എക്കണോമിക്കലായിട്ട് ഒത്തിരി മുന്നോട്ടാവണമെന്നില്ല, എങ്കിലും രണ്ടിനും ബാലൻസ് ചെയ്ത് നിൽക്കാൻ നല്ലതാണ്. നെക്സ്റ്റ് ബാരിയേഴ്സ് ടു ഓണ്ടർപ്രണർഷിപ്പാണ്. അതായത് തടസ്സങ്ങൾ നമുക്ക് നേരിടാൻ പോകുന്ന, നമ്മൾ സ്വന്തമായിട്ടൊരു സംരംഭമൊക്കെ തുടങ്ങുമ്പോൾ നേരിടാൻ സാധ്യതയുള്ള തടസ്സങ്ങൾ. അതിൻ്റെ ഒരു ഞാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് വയബിൾ കൺസെപ്റ്റ്. അതായത് നമ്മുടെ കൺസെപ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ. അതായത് പുതിയ കൺസെപ്റ്റുകൾ ഇല്ലെങ്കിലും വരും, അല്ല ഒരു ജസ്റ്റ് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നതും ഒക്കെ ഇതിൻ്റെ അതൊരു ഇഷ്യൂ തന്നെയാണ്. ലാക്ക് ഓഫ് വയബിൾ കൺസെപ്റ്റ്. ഡെവലപ്മെൻറ്റ് വേണമല്ലോ. പുതിയ ബേസിക് ഫീച്ചേഴ്സും ബേസിക് മാത്രം പോരാ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് മാറിക്കൊണ്ടിരിക്കണം. ഫൈനൽ പ്രൊഡക്റ്റിൽ എപ്പോഴും ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ വരും. നെക്സ്റ്റ് ലാക്ക് ഓഫ് മാർക്കറ്റ് നോളജ്. നമുക്കിപ്പോഴത്തെ കറണ്ട് ട്രെൻഡ്സ് അറിയാതെ വരുന്നതും, അതുപോലെ തന്നെ ഡിമാൻഡ് ഏതിനാണെന്നൊന്നും അറിയാതെയാണ് നമ്മൾ ഇതിലോട്ട് വരുന്നതെങ്കിൽ അത് അവിടെ നിൽക്കും, നമ്മുടെ ബാരിയേഴ്സായിട്ട് അവിടെ നിൽക്കും ഈ മാർക്കറ്റ് നോളജ് ഇല്ലെങ്കിൽ. പിന്നെ പ്രൊഡക്ഷൻ നടത്തുമ്പോഴൊക്കെ അറിഞ്ഞിരിക്കണം എത്ര ബിറ്റ് പോകും, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ ലാക്ക് ഓഫ് ടെക്നിക്കൽ സ്കിൽസ്. ഒരു ഓണ്ടർപ്രണറിന് സ്വന്തമായിട്ട് സ്കിൽ എപ്പോഴും എല്ലാം എംപ്ലോയിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമുക്കൊരു ഇത് ചെയ്യാനാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. സ്വന്തമായിട്ട് ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മിനിമം അതിൻ്റെ തിയറീസ് എങ്കിലും മാക്സിമം അറിഞ്ഞിരിക്കണം. പിന്നെ ലാക്ക് ഓഫ് ക്യാപിറ്റൽ, നിങ്ങൾ ആദ്യത്തെ മൂലധനം കുറവ് കാരണം. പിന്നെ വരാവുന്നത് ലാക്ക് ഓഫ് ബിസിനസ് ഹൗ ടു, അതായത് എങ്ങനെയാണ് കച്ചവടം നടത്തേണ്ടതെന്ന് അറിയാം. നമുക്ക് ഐഡിയ ഒക്കെ ഉണ്ട്, പുതിയ ബിസിനസ് തുടങ്ങി, പക്ഷെ അതെങ്ങനെ നടപ്പിലാക്കേണ്ടതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിലോട്ട് പൂർണ്ണമായിട്ടും ഇറങ്ങിച്ചെല്ലണം നമ്മൾ. പിന്നെ ലീഗലായിട്ട് ഓക്കെയാണോ, ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെയാണോ നോക്കണം. അതായത് ഇപ്പം ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പക്കയായിരിക്കണം. റെഗുലേഷൻസും നിയമങ്ങൾ ഇതെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതും വേണമെങ്കിൽ ഒരു തടസ്സമായിട്ട് വരാം, ഇതൊന്നും നോക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ. ഓണ്ടർപ്രണർ കൾച്ചർ എന്ന് പറയും the sum of total social behavior that includes at least 3 elements: knowledge, belief, ideals and preference. ഇതാണ് നമ്മൾ ഓണ്ടർപ്രണർ കൾച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്നത് പറഞ്ഞാൽ വിഷൻ, വാല്യൂസ്, നോംസ് ആൻഡ് ട്രേറ്റ്സ് ദാറ്റ് ആർ കണ്ടക്റ്റീവ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമി. അതായത് ഒരു സാമ്പത്തികമായ നേട്ടത്തിൻ്റെ പിന്നിൽ ആവശ്യമുള്ള കുറച്ച് ബേസിക്സ് എന്നാണ് പറയാം.
The emerging market environment and globalization is challenging every organization and every person in organization to consider, evaluate and bring out the changes in thinking, vision and action. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റും അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനും ഒക്കെ കാരണം എല്ലാ ഓർഗനൈസേഷനും സ്ഥിരം ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ അത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പുതിയ ഐഡിയാസിന് മാത്രമേ വിജയിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു രീതിയെ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെയൊക്കെ കൺസിഡർ ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ പറയാറുള്ളത് വിഷൻ. കൺസിഡർ ചെയ്യേണ്ടത് വിഷൻ, വാല്യൂസ്, നോംസ്, ട്രേറ്റ്സ്. ട്രേറ്റ്സ് നമ്മൾ പറഞ്ഞു ഡിസ്റ്റിങ്വിഷിംഗ് ക്വാളിറ്റിയാണ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതിന് നമ്മൾ എന്താ വിളിക്കാറ്? പിന്നെ ഓൺട്രപ്രണർഷിപ്പ് കൾച്ചർ എന്നാണ് പറയാറ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു ഓൺട്രപ്രണീരിയൽ ആയിട്ടുള്ള കൾച്ചർ. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. അത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആൻഡ് എംപവർമെൻറ്റ് ഫോക്കസ്ഡ്. എംപവർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് പ്രൊവൈഡിങ് എംപ്ലോയീസ് വിത്ത് റിസോഴ്സസ്, അതോറിറ്റി, ഓപ്പർച്യൂണിറ്റി ആൻഡ് മോട്ടിവേഷൻ ടു ഡു ദെയർ വർക്ക്. ഇതൊക്കെ കൊടുത്ത് അത് വർക്ക് ചെയ്യിക്കുന്നതിനാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ തന്നെ പിടിച്ചു നിർത്താനുള്ളൊരു ഐഡിയാസ് കൊടുക്കുന്നതിനൊക്കെയാണ് എംപവർമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പീപ്പിളിന് എംപവർമെൻറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ എംപ്ലോയീസിനെ ഹാപ്പിയറായിട്ടും പ്രോഫിറ്റബിളൊക്കെ ആയിട്ട് അവരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള പ്രോഫിറ്റ്സ് ഒക്കെ കൊടുത്ത് നിർത്തുന്നതിനെയാണ് പീപ്പിൾ എംപവർമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വാല്യൂ ക്രിയേഷൻ ത്രൂ innovation and change. Value creation happens when a business or organization uses its work and resources to create something value that is sold to customer base. അതായത് വാല്യൂബിൾ ആയിട്ട് ഇപ്പം വാല്യൂ ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്താ ഈ വാല്യൂ ക്രിയേഷൻ ആയിട്ടുള്ള വർക്ക്, അങ്ങനത്തെ വർക്കുകൾ ചെയ്യണം. അതായത് ഒരു ബിസിനസ്സായിട്ട് വിറ്റ് അഴിക്കാൻ പറ്റുന്നത് വേണം. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് വാല്യൂ ക്രിയേഷൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അറ്റൻഷൻ ടു ബേസിക്സ്. അതുപോലെ ഹാൻഡ്സ് ഓൺ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ മാനേജ്മെൻറ്റ് എന്ന എ മാനേജർ ഹൂസ് ഹൈലി ഇൻവോൾവ് ഇൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ ഓഫ് ദെയർ ടീം. അതായത് അദ്ദേഹം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് നല്ല കോറിലേഷൻസ് ഒക്കെ ഉള്ളതും അദ്ദേഹം ബാക്കിയുള്ളവരുടെ ഡിസിഷൻസ് ആക്ടിവിറ്റീസിലൊക്കെ എല്ലാവരെയും ഇൻവോൾവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഹാൻഡ്സ് ഓൺ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Next, doing the right thing, freedom to grow and fail. അതുപോലെ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ഇതൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. എംഫസിസ് ഓൺ ദ ഫ്യൂച്ചർ ആൻഡ് സെൻസ് ഓഫ് അർജൻസി. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനെയാണ് സെൻസ് ഓഫ് അർജൻസി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഏതാ ഒരു ഓൺട്രപ്രണറിയൽ കൾച്ചറിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ, എലമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസം ആൻഡ് കളക്റ്റീവിറ്റിസമാണ്. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഓറിയൻറ്റേഷൻ അല്ല, എംഫസിസ് ഓൺ സെൽഫ് എഫിഷ്യൻസി ആൻഡ് കൺട്രോൾ. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രമേ. അതുപോലെ തന്നെ പെർസ്യൂട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഗോൾസ്. നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടൊരു പദവി തുടങ്ങുന്നു, അങ്ങനെയൊക്കെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഓൺ അക്കംപ്ലിഷ്മെൻറ്റ്, നമ്മുടെ മാത്രം ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇൻഡിവിജ്വലിസം. കളക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ടുള്ളൊരു ഇതാണ്. അതായത് സബോർഡിനേഷൻ ഓഫ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിട്ടുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഷെയറിങ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ഒരു വെൽഫെയർ നോക്കുന്നുണ്ട്. എല്ലാവരുടെയും ഉയർച്ചയാണ് കളക്റ്റീവ്സിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ നമുക്ക് ശരിക്കും ഒരു എൻട്രപ്രണീരിയൽ ഇൻറ്റൻസിറ്റി ഈസ് അച്ചീവ്ഡ് ബൈ ബാലൻസ് ഒരു ഇൻഡിവിജ്വലിസം. അതായത് ഇൻഡിവിജ്വലായിട്ടും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം, അതുപോലെ തന്നെ എല്ലാവരെയും കൂടെ നിർത്താനും സാധിക്കണം. ഇത് ഏറ്റവും രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ നമുക്ക് ആവശ്യം. സ്റ്റെപ്സ് ഇൻ ദ ഓൺട്രപ്രണീരിയൽ പ്രോസസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ ഡിസ്കവറിങ്, കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, റിസോഴ്സിങ്, ആക്ച്വലൈസേഷൻ, ഹാർവെസ്റ്റിംഗ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഓൺട്രപ്രണീരിയൽ പ്രോസസ്സിനെ നമ്മൾ സ്റ്റെപ്പായിട്ട് തിരിക്കുമ്പോൾ ഓർത്തിരിക്കുക. ഡിസ്കവറി, കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, റിസോഴ്സിങ്, ആക്ച്വലൈസേഷൻ, ഹാർവെസ്റ്റിംഗ്. ഇങ്ങനെ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്കവറി. ദ സ്റ്റേജ് ഇൻ വിച്ച് ഓൺട്രപ്രണർ ജനറേറ്റ്സ് ഐഡിയാസ്, റിക്കഗ്നൈസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്റ്റഡീസ് ദ മാർക്കറ്റ്. മാർക്കറ്റിനെ പറ്റി പഠിക്കാനും പുതിയ ഐഡിയാസ് എന്തൊക്കെ വേണമെന്നും അതൊക്കെ ജനറേറ്റ് ചെയ്യാനും പിന്നെ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ അവസരം എവിടെയാണുള്ളത് എന്നൊക്കെ കണ്ടെത്തുന്ന ആ ഒരു സ്റ്റേജിനെ, ഇനിഷ്യലായിട്ടുള്ള ആ സ്റ്റേജിനെ നമ്മളത് വിളിക്കും ഡിസ്കവറി എന്ന് വിളിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഓൺട്രപ്രണറിലായിട്ടുള്ള പ്രോസസ്സ് തുടങ്ങുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡിസ്കവർ ചെയ്ത ഐഡിയയെ നമ്മൾ ഒരു കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഡെവലപ്മെൻറ്റ് ബിസിനസ് പ്ലാൻ. ഒരു പ്ലാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു പ്രൊപ്പോസൽ ഡിസ്ക്രൈബിംഗ് ദ ബിസിനസ് ഐഡിയ ആണ്
concept development. First discovery, second concept development. Third step on resourcing, the stage in which the entrepreneur identifies and acquires the financial, human and capital resources needed for the venture startup. അതായത് നമ്മുടെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ മൂലധനം കണ്ടെത്തുക, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ബാങ്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നതിനൊക്കെയാണ് റിസോഴ്സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ എംപ്ലോയീസിനെ കണ്ടെത്തുക, റിസോഴ്സസിനെ കണ്ടെത്തുക. മൊത്തത്തിൽ ആ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സിനെ കണ്ടെത്തുന്നത് നമ്മൾ പറയുന്നത് തേർഡ് സ്റ്റേജാണ്. മൂന്നാമത്തെ സ്റ്റേജാണ്, അതിലാണ് ഈ റിസോഴ്സിങ് വരുന്നത്. നാലാമത്തെ സ്റ്റേജ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ വർക്കിംഗ് തുടങ്ങുന്ന ആ ഒരു സമയം. ദ സ്റ്റേജ് ഇൻ വിച്ച് ഓണ്ടർപ്രണർ ഓപ്പറേറ്റ്സ് ദ ബിസിനസ് ആൻഡ് യൂട്ടിലൈസസ് റിസോഴ്സസ് ടു അച്ചീവ് ഇറ്റ്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഓണ്ടർപ്രണർ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങി, അതുപോലെ തന്നെ റിസോഴ്സസിനെ ഉപയോഗിച്ച് തുടങ്ങി, അതിൻ്റെ ഗോളിലേക്ക് എത്താൻ പോകുന്നു അല്ലെങ്കിൽ എത്തണം, അതിനുള്ള തുടക്കാണ്ടൊക്കെയാണ് നമ്മൾ എന്തൊരു അല്ലെങ്കിൽ ഓപ്പറേഷൻ തുടങ്ങി എന്നുള്ളതിനെയാണ് ആക്ച്വലൈസേഷൻ, ആക്ച്വൽ പ്രോസസ്. ഫൈനൽ സ്റ്റെപ്പാണ് ഹാർവെസ്റ്റിംഗ്, ദ സ്റ്റേജ് ഇൻ വിച്ച് ഓണ്ടർപ്രണർ ഡിസൈഡ്സ് ഓൺ വെഞ്ചേഴ്സ് ഫ്യൂച്ചർ ഗ്രോത്ത്. ഇനി അടുത്ത നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഇനി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന, ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നൊക്കെയുള്ള ഒരു സ്റ്റേജിനെയാണ് ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവസാനത്തെ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു 5 സ്റ്റേജായിട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് ഹാർവെസ്റ്റിംഗ്. നമ്മൾ ഈ 2-3 ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ ആ ഒരു ടെക്സ്റ്റിലെ കണ്ടതല്ല ഞാനിപ്പോൾ പറഞ്ഞു തന്നു. ഒരു ജനറലായിട്ട് കോൺസെപ്റ്റ് ഓഫ് ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു സംരംഭകൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു ബേസിക്സ്, അതിൻ്റെ തിയറി ബേസിക്സ് ആണ് നമ്മൾ ഇത്ര നേരമൊക്കെ സംസാരിച്ചത്. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് വേറെ നോക്കാനുണ്ട്. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് അത്യാവശ്യം എല്ലാം തന്നെ ഒന്ന് ആൻസർ ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റും. Life is about creating values, taking calculated risk, listening to your heart, realizing your aspirations. അതായത് ഇങ്ങനത്തെ ഐഡിയ ഒക്കെ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുന്നതൊക്കെ ഇതിൻ്റെ അകത്ത് വരും. അതിനാണ് ഓണ്ടർപ്രണർഷിപ്പ് ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് കൊടുക്കുന്നതുള്ളൂ. അതുപോലെ തന്നെ നോർമൽ ഒരു എംപ്ലോയിയെ പോലെയല്ല, ഓണ്ടർപ്രണേഴ്സ് എപ്പോഴും ഒരു യുണീക്ക് ആയിരിക്കും, അവരെല്ലാം ഡിഫറെൻ്റ് ആണ്. പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നത് ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെയല്ല. എല്ലാവരും അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു നമ്മുടെ സാലറിക്ക് വേണ്ടിയിട്ട് ഇത് ജോലി ചെയ്യുന്ന പോലെയല്ല. ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ അവരുടെ ഐഡിയയും അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഒരു ഓണ്ടർപ്രണറിന് തീരുമാനിക്കാം അവരുടെ ലൈഫ് ഏത് രീതിയിൽ പോകണം, അല്ലെങ്കിൽ അവർ ഡിഫൈൻ ചെയ്യുന്ന പോലെ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മാറ്റങ്ങൾ വേണം. അല്ലാത്ത ഒരു എംപ്ലോയി അല്ല ഓണ്ടർപ്രണർ, ഡിഫറെൻ്റ് ആണ്. ഇതിൽ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഓണ്ടർപ്രണേഴ്സിനെ ഒന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അതിൽ ഫസ്റ്റ് നമ്മുടെ ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ വില്യം ഹെൻറി ഗേറ്റ്സ് എന്ന് പറയും. അമേരിക്കൻ ബിസിനസ് മാഗ്നറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ഇൻവെസ്റ്റർ, പിന്നെ കോ ഫൗണ്ടർ ഓഫ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ് നമുക്ക് ഫേമസ് ആയിട്ട് അറിയാവുന്നത്. അതുപോലെ തന്നെ ചെയർമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ. അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, ചീഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റാണ്, അങ്ങനെയുള്ള. അതുപോലെ തന്നെ 1980s മൈക്രോ കമ്പ്യൂട്ടർ റെവല്യൂഷൻ്റെ അകത്ത് ടോപ്പിൽ നിന്നിരുന്ന ആളാണ് നമ്മുടെ വില്യം ബിൽ ഗേറ്റ്സ്. അതുപോലെ തന്നെ മാർക്ക് സുക്കർബർഗ് ഫേസ്ബുക്കിൻ്റെ കോ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ മീഡിയ മാഗ്നറ്റ്, ഇൻ്റർനെറ്റ് ഓണ്ടർപ്രണർ, ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവും അങ്ങനെയൊക്കെ 2 മണി ഷെയർ ഹോൾഡറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ പ്രോജക്റ്റിലൊക്കെ സ്പേസ് ക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മാർക്ക് സുക്കർബർഗ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്കറിയാവുന്ന ഹെൻറി ഫോർഡ്, അമേരിക്കൻ ഇൻഡസ്ട്രീസ് ബിസിനസ് മാഗ്നറ്റ്, അതുപോലെ ഫോർഡ് മോട്ടോർ കമ്പനിയുടെ കോ ഫൗണ്ടറാണ് ഹെൻറി ഫോർഡ്. അസംബ്ലി ലൈനിലും അതുപോലെ തന്നെ മാസ് പ്രൊഡക്ഷനിലൊക്കെ ടെക്നിക്സൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓട്ടോമൊബൈൽ ദാറ്റ് മിഡിൽ ക്ലാസ് അമേരിക്കൻസ് കുഡ് അഫോർഡ് അങ്ങനത്തെ ചെയ്തത് ഫോർഡിൻ്റെ ഐഡിയ എന്നതാണ് ഹെൻറി ഫോർഡ് 20th century. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റീവ് ജോബ്സ്, നമ്മുടെ ആപ്പിൾ കമ്പനിയുടെ കോ ഫൗണ്ടറാണ്, CEO ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആപ്പിൾ കമ്പനിയുടെ. അതുപോലെ തന്നെ അമേരിക്കൻ ബിസിനസ് മാഗ്നറ്റ്, ഇൻഡസ്ട്രിയൽ ഡിസൈനർ, ഇൻവെസ്റ്റർ, അതുപോലെ തന്നെ മീഡിയ പ്രൊപ്പറേറ്റർ,
അങ്ങനെയല്ല. പിന്നെ വേറെ രീതിയിൽ, അതായത് പിക്സറും അതുപോലെ തന്നെ വോൾട്ട് ഡിസ്നി കമ്പനിയുടെയൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ സ്റ്റീവ് ജോബ്സ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കുറച്ച് പേരെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ്. നമുക്ക് ഇന്ത്യയിലെ കുറച്ച് ഓണ്ടർപ്രണേഴ്സിനെ ഒന്ന് അറിഞ്ഞിരിക്കാം. അതിൽ ആദ്യം കൊടുത്തേക്കുന്നത് അസീം പ്രേംജി, അതായത് അസീം ഹാഷിം പ്രേംജിക്കാണ്. നമ്മുടെ വിപ്രോ ലിമിറ്റഡിൻ്റെ ചെയർമാനായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഏകദേശം ഒരു 4 decades ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഗ്രോത്തിന് നമ്മുടെ ഒരു ഗ്ലോബൽ ലീഡേഴ്സായി മാറാനായിട്ട്, വിപ്രോ ഗ്ലോബൽ ലീഡേഴ്സ് ഇൻ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി മാറാനായിട്ട് ഹെൽപ്പ് ചെയ്തത് അസീം പ്രേംജിയുടെ ഒരു വർക്ക് കൂടിയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ധീരുഭായ് അംബാനി, ധീരജ് ലാൽ അംബാനി എന്നാണ് പേര്. ധീരുഭായ് അംബാനി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് പോപ്പുലർലി. അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ പത്മവിഭൂഷണൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഓണ്ടർപ്രണറാണ്. നെക്സ്റ്റ് ആനന്ദ് ഗോപാൽ മഹീന്ദ്ര, നമ്മുടെ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. ഒരു ബില്യണയർ ബിസിനസ്മാൻ, മുംബൈ ബേസ്ഡ് ബിസിനസ്സായിരുന്നു. അതുപോലെ തന്നെ എയറോസ്പേസ്, അഗ്രി ബിസിനസ്, അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ്, ഓട്ടോമോട്ടീവ് കമ്പോണൻസ്, കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ്, ഡിഫൻസ്, അതുപോലെ തന്നെ എനർജി, ഫാം എക്യുപ്മെൻറ്റ്സ്, ഫിനാൻസ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഡസ്ട്രി, ഇൻഫോർമേഷൻ ടെക്നോളജി, ഇതിലെല്ലാം ഹോസ്പിറ്റാലിറ്റി, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, റിയൽ എസ്റ്റേറ്റ്, ഇതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോഫൗണ്ടർ ഓഫ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡിൻ്റെ കോഫൗണ്ടർ കൂടിയാണ്. നെക്സ്റ്റ് നമ്മുടെ ഇൻഫോസിസിൻ്റെ കോഫൗണ്ടറായിട്ടുള്ള NR നാരായണമൂർത്തി, ബിസിനസ്മാനാണ്, ഇന്ത്യൻ ബില്യണയർ ബിസിനസ്മാൻ. അതുപോലെ തന്നെ വർക്ക് ചെയ്തിരിക്കുന്ന ചെയർമാൻ, അതുപോലെ തന്നെ CEO, ചീഫ് മെൻഡർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻഫോസിസ് എന്നുള്ള കമ്പനിയുടെ. നെക്സ്റ്റ് നമ്മുടെ രത്തൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ ഫേമസ് ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അതുപോലെ തന്നെ പത്മവിഭൂഷൺ തുടങ്ങിയതൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് രാഹുൽ ബജാജ്, നമ്മുടെ ഇന്ത്യൻ ബില്യണയർ ബിസിനസ്മാനാണ്. ചെയർമാൻ ഓഫ് ഇന്ത്യൻ ബജാജ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിരുന്നു. പത്മവിഭൂഷണിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ കുറച്ച് ഓണ്ടർപ്രണേഴ്സിനെ ഒന്ന് ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊന്ന് അറിഞ്ഞിരുന്നാൽ അത് നന്നായിരിക്കുമല്ലോ. ഇതുപോലെ ഒത്തിരി പേരുണ്ട്, 100 കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ വേൾഡിലും ഇന്ത്യയിലും ഒക്കെ നോക്കുമ്പോൾ.